നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ പറഞ്ഞ അയാൾ കേക്കില്ലേ? അയ്യോ മോനെ, നീ വാദിച്ച ആ ബാറ് പൂട്ടിപ്പോയാ എന്റെ മോന്റെ ജോലി പോവില്ലേ? ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവില്ലേ? എന്താടാ എന്റെ കഴിവിൽ വിശ്വസിച്ചതിനെ നന്ദി ഉണ്ടമ്മേ, നന്ദി. ഞാനൊരു തമാശ പറഞ്ഞല്ലേ മോനെ. ദേ, ഞാൻ രണ്ടാൾക്കും ചായ എടുക്കാം. എടുത്തു. നിനക്ക് വേണ്ട കാശൊക്കെ എന്റെ കൂടെ ബാറിലും ഹോട്ടലിലൊക്കെ ജോലി ചെയ്യുന്നതിന് ഞാൻ വാങ്ങിച്ചിരുന്നില്ലേ? എന്നാൽ അതിനൊന്നും പഠിച്ച ജോലി ചെയ്യുന്നതിന്റെ സുഖം കിട്ടില്ലടാ. എടാ, എന്റെ കേസ് വല്ലതായിരുന്നെങ്കിൽ ഞാൻ ധൈര്യമായിട്ട് നിന്നെ ഏൽപ്പിച്ചേനെ. അത് തോറ്റാലും ഞാൻ അനുഭവിച്ചാ പോരെ. ഇതിപ്പോ ഗോപാൽജിയുടെ കാര്യമാ, റിസ്ക് എടുക്കാൻ പറ്റില്ല. സഞ്ജയിനെ കോടതി വെറുതെ വിട്ടല്ലേ? കേസ് ഫയൽ ചെയ്ത പോലീസുകാരെ മരിക്കുകയും ചെയ്തു. പരാതി കൊടുത്ത ആൾ കോടതിയിൽ എത്തിയുമില്ല. നീ എന്താ ഒരുമാതിരി അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? മാധവൻ മരിച്ചത് ആക്സിഡന്റിലല്ലേ? പിന്നെ ആ പെണ്ണ് കോടതിയിൽ വരാതിരുന്നത് മാധവൻ നിർബന്ധിച്ചിട്ടായിരിക്കും അവൾ പരാതി കൊടുത്തത്. അയാൾ മരിച്ചു കഴിഞ്ഞപ്പോ ആ കള്ളക്കേസുമായിട്ട് മുന്നോട്ട് പോകാൻ അവൾക്ക് താല്പര്യം ഉണ്ടായി കാണില്ല, അത്രേ ഉള്ളൂ. എന്തായാലും മാധവൻ സാറിന്റെ കുടുംബത്തിന്റെ കാര്യം വലിയ കഷ്ടത്തിലാ. ആ പിള്ളേർക്ക് പണ്ടേ അമ്മ നഷ്ടപ്പെട്ടതാ, ഇപ്പൊ അച്ഛനും പോയി. അവര് താമസിക്കുന്ന വീടിന്റെ മീതെ വരെ ലോൺ ഉണ്ടെന്നാ കേൾക്കുന്നത്. കഷ്ടം. എന്താ കഷ്ടം? ഈ മാധവൻ അടക്കമുള്ള പോലീസുകാർ ചേർന്നാ ഇവന്റെ അച്ഛനെ കൊന്നത്. അന്ന് ഞങ്ങളുടെ കുടുംബത്തോട് ഇങ്ങനെ സഹതാപം കാണിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കാരണം ഇവന്റെ അച്ഛൻ പോലീസുകാരനല്ലല്ലോ, പ്രതിയല്ലേ.